2020 ലോകകപ്പ് എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിലേക്ക് എത്തുന്ന രണ്ട് നിമിഷങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. 2007 ആദ്യ കിരീടം നേടുമ്പോൾ മിസ്ബാഹുൽ ഹക്കിന്റെ ക്യാച്ച് കയ്യിലെടുത്ത മലയാളികളുടെ സ്വന്തം എസ് ശ്രീശാന്ത്, കഴിഞ്ഞ ലോകകപ്പിൽ ഡേവിഡ് മില്ലറുടെ സ്വപ്നം തകർത്ത സൂര്യകുമാർ യാദവ്. മറ്റൊരു ലോകകപ്പിന് മുന്നിൽ മൂന്നാം കിരീടം സ്വന്തം മണ്ണിൽ നേടാൻ കച്ചകെട്ടി ഇറങ്ങുകയാണ് ഇന്ത്യ. നമ്മൾ ഇന്ത്യൻ ടീമിന്റെ മത്സരത്തിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. കാരണം ഇന്ന് ഇന്ത്യ ആദ്യ മത്സരത്തിന് ഇറങ്ങുകയാണ്. 2020 ലോകകപ്പിൽ ഇത്തവണ 20 ടീമുകളാണ് 4 ഗ്രൂപ്പുകളിലായി ഏറ്റുമുട്ടുന്നത്. ആദ്യ മത്സരത്തിന് ഇന്ത്യ ഇറങ്ങുമ്പോൾ അവസാന 11-ൽ ആരായിരിക്കും ഉണ്ടായിരിക്കുക എന്ന ആകാംക്ഷയിലാണ് ആരാധകർ ഉള്ളത്. നമുക്ക് ഇന്ത്യൻ ടീമിന്റെ ഇന്ന് ഇന്ത്യൻ ടീമിൽ ആരൊക്കെ ആയിരിക്കും എന്നത് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സൂര്യകുമാർ യാദവ് നമ്മളെ നയിക്കുന്ന ക്യാപ്റ്റൻ, 15-അംഗ ടീമിന്റെ ക്യാപ്റ്റൻ, അതോടൊപ്പം ഏറ്റവും ശക്തമായ നിരയെ തന്നെ ഇറക്കുന്ന ടീമാണ് ഇന്ത്യ. പ്രത്യേകിച്ച് സമീപകാലത്തുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ ഇന്ത്യക്ക് ആ മേൽക്കൈയുണ്ട്. സമീപകാലത്തെ പരമ്പരകളിലെല്ലാം ജയിച്ചിട്ടുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരാണ്. 15-അംഗ ടീം, ഏറ്റവും ശക്തമായ നിര തന്നെയാണ് ഇത്തവണ ഇന്ത്യക്ക് ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓപ്പണിംഗിലാണ് നമുക്ക് മലയാളികൾക്ക് കൂടി ഒരുപക്ഷെ ഒരു ആശങ്കയുള്ള കാര്യം. കാരണം ഓപ്പണിംഗിൽ ആരായിരിക്കും എത്തുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പില്ല. പക്ഷേ ലോക ഒന്നാം നമ്പർ താരമായിട്ടുള്ള നമ്മൾ കാണാം, അഭിഷേക് ശർമ്മ ഉറപ്പായും ഓപ്പണിംഗ് സ്ഥാനത്ത് ഒരു ഭാഗത്തുണ്ടാകും. രണ്ടാമത്തെ ഓപ്പണർ ആരാണ് എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളത്. നമുക്കറിയാം, അഭിഷേക് കുറച്ച് കാലമായി തന്നെ ഇപ്പോൾ ഒന്നാം നമ്പർ താരമായി തുടരുകയാണ്. ഏറ്റവും അവസാനം കഴിഞ്ഞ ആഴ്ച വന്ന റാങ്കിങ്ങിലും ഒന്നാം സ്ഥാനത്താണ് അഭിഷേക് ശർമ്മ ഉള്ളത്. ലോകത്തിൽ ഇപ്പോൾ കളിക്കുന്നതിൽ ഏറ്റവും അപകടകാരിയായ ബാറ്റർമാരിൽ ഒരാൾ അഭിഷേക് ശർമ്മ തന്നെയാണ്. എന്തായാലും അഭിഷേക് ശർമ്മയ്ക്കൊപ്പം മറുവശത്ത് ഇവരിൽ ആരായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇഷാൻ കിഷനും സഞ്ജു സാംസണും. നമുക്കറിയാം, കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്നത് സന്നാഹ മത്സരമാണ്. സന്നാഹ മത്സരത്തിൽ സഞ്ജു സാംസണ് അവസരം കിട്ടിയിരുന്നില്ല. ഇഷാൻ കിഷനാണ് അവസരം നൽകിയത്. ഇഷാൻ കിഷനാകട്ടെ സമീപകാലത്ത് അവസാനം മത്സരിച്ച 3 മത്സരങ്ങളിലേക്ക് ഒരു തിരിച്ചുവരവ് ഇന്ത്യൻ ടീമിലേക്ക് നടത്തിയത് ഒരു വെടിക്കെട്ട് തിരിച്ചുവരവാണ്. അതിൽ ഒരു അർദ്ധ സെഞ്ചുറിയും ഒരു സെഞ്ചുറിയും കുറിച്ചു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത്രമാത്രം മികച്ച ഫോമിൽ ഇഷാൻ കിഷൻ കളിക്കുമ്പോൾ സഞ്ജുവിന് അവസരം നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇന്ത്യ സമീപകാലത്തൊക്കെ നടത്തിയിരിക്കുന്നത് ഇടംകൈ വലംകൈ ഒരു കോമ്പിനേഷനാണ്. സമീപകാലത്ത് അഭിഷേക് ശർമ്മയ്ക്ക് ഒപ്പം സഞ്ജു സാംസണാണ് കളിച്ചത്. അതുകൊണ്ട് ആ കോമ്പിനേഷൻ ഒഴിവാക്കണമോ എന്ന കാര്യത്തിലായിരിക്കും ഇന്ത്യൻ ടീമിൽ ഒരു ആലോചന ഉണ്ടാകുക. പക്ഷേ ഇത്രയും മികച്ച ഫോമിൽ കളിക്കുന്ന ഇഷാൻ കിഷനെ മാറ്റി നിർത്തണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം അവസാന ഘട്ടത്തിൽ എടുക്കേണ്ടി വരും. പക്ഷേ ഇഷാൻ കിഷനും സഞ്ജുവും ഒന്നിച്ച് കളിക്കുന്ന തരത്തിലും കോമ്പിനേഷൻ ഉണ്ട്. പക്ഷേ അങ്ങനെയെങ്കിൽ ഓപ്പണിംഗിൽ അത്തരത്തിലൊരു പരീക്ഷണം വേണ്ട എന്ന് തീരുമാനിച്ചാൽ സഞ്ജു തന്നെ ഓപ്പണർ ആകും. അതോടൊപ്പം ഇഷാൻ കിഷൻ 3-ാം നമ്പറിലേക്ക് എത്തും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മിന്നും ഫോമിലുള്ള ഇഷാൻ കിഷനെ ഓപ്പണിംഗിൽ നിന്ന് ഒരു അവസരം കൂടി നൽകുന്നത് ഒരുപക്ഷെ മികച്ച ഫോമിലുള്ള 2 ബാറ്റർമാർ ഓപ്പണിംഗിലേക്ക് വരിക എന്ന കാര്യത്തിൽ ഒരുപക്ഷെ അവസാന ഘട്ടത്തിലായിരിക്കും ആ തീരുമാനം വരിക. സന്നാഹ മത്സരത്തിൽ നമ്മൾ പറഞ്ഞു, സന്നാഹ മത്സരത്തിൽ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും ഉള്ള ഒരു സഖ്യം ഒരു പരീക്ഷണം നടത്തുകയും ചെയ്തു. അത് വിജയിക്കുന്നതും കണ്ടു. തിലക് വർമ്മയുടെ ഒരു തിരിച്ചുവരവ് അത് എടുത്തു പറയേണ്ടതാണ്. കാരണം തിലക് വർമ്മ പരിക്ക് മാറി തിരിച്ചെത്തിയതാണ്. പരിക്കിന് ശേഷം ഒരു താരം തിരിച്ചെത്തുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ഒരു ഫോം ഔട്ട് ഒക്കെ കാണാറുണ്ട്. ഒരു പരിക്കിന് ശേഷം പഴയ ഫോമിലേക്ക് ഒരു തിരിച്ചു വരാനുള്ള ഒരു സമയം പലപ്പോഴും താരങ്ങൾക്ക് എടുക്കാറുണ്ട്. പക്ഷേ തിലക് വർമ്മയുടെ കാര്യത്തിൽ അതൊന്നും ഉണ്ടായില്ല. കാരണം തിലക് വർമ്മ പരിക്ക് മാറി തിരിച്ചെത്തുമ്പോൾ തന്നെ മികച്ച ഫോമിൽ തന്നെയാണ് ബാറ്റ് വീശിയത്. അത് സന്നാഹ മത്സരത്തിലാകട്ടെ അതിന് മുൻപ് നടന്ന ആഭ്യന്തര ക്രിക്കറ്റിലാകട്ടെ തിലക് വർമ്മ ആ ഫോം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ തിലക് വർമ്മയുടെ സ്ഥാനത്തിന് ഒരു കോട്ടവും തട്ടില്ല എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. ഏറ്റവും മികച്ച 11-നെ നിലനിർത്തുക എന്നത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും. നമ്മൾ സൂര്യകുമാർ യാദവിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ, സൂര്യകുമാർ യാദവ് ഏറെ നാൾ ഫോം ഔട്ടായി നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ ഫോമിലേക്ക് സൂര്യകുമാർ യാദവ് തിരിച്ചെത്തുകയും ചെയ്തു. അതുകൊണ്ട് ഏറ്റവും മികച്ച 11-നെ ഇറക്കാൻ ഇന്ത്യ തയ്യാറാകും. നമുക്കറിയാം, ഏറ്റവും ശക്തരായ എതിരാളികളൊന്നുമല്ല, അമേരിക്കയാണ് എതിരാളികൾ. അതുകൊണ്ട് ആദ്യഘട്ടത്തിലൊക്കെ ഈ പ്രാഥമിക ഘട്ടത്തിൽ മികച്ച ഒരു നിരയെ ഇറക്കുക, അവർക്കൊരു പരിശീലന മത്സരം എന്ന തരത്തിലായിരിക്കും പലപ്പോഴും ഈ ഗ്രൂപ്പ് ഘട്ടം ഇന്ത്യ കാണുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അത്രയും ശക്തരായ എതിരാളികളൊന്നുമല്ല എതിരാളികളായി ഉള്ളത്. പക്ഷേ ഇന്നലെ ക്യാപ്റ്റനോട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു ദുർബലർ എന്ന നിരയിൽ തലത്തിൽ ആരെയും എതിരാളികളെ കാണുന്നില്ല എന്നാണ് ക്യാപ്റ്റൻ പറഞ്ഞത്. നമുക്ക് ബൗളിംഗിലേക്ക് കൂടി പോയാൽ ഇപ്പോൾ കാണാം, ജസ്പ്രീത് ബുംറയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ബൗളിംഗ് നിര ഉള്ളത്. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ബുംറ കളിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന് പനി ബാധിച്ചതിനാൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയേക്കും. കാരണം അമേരിക്ക ഒരു ശക്തരായ എതിരാളികളല്ല എന്ന് തന്നെയാണ് ഇന്ത്യ കരുതുന്നതും. എന്തായാലും മുഹമ്മദ് സിറാജിന്റെ ഒരു തിരിച്ചുവരവ്
ഹർഷിത് റാണയ്ക്ക് പരിക്കേറ്റപ്പോഴാണ് മുഹമ്മദ് സിറാജ് ടീമിലേക്ക് എത്തുന്നത്. സിറാജിനെ ടീമിൽ ഉൾപ്പെടുത്തണം എന്നത് നേരത്തെയുള്ള ആവശ്യമായിരുന്നു, പക്ഷേ അത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ ഹർഷിത് റാണയ്ക്ക് പരിക്കേറ്റപ്പോൾ മുഹമ്മദ് സിറാജ് വരുന്നു. എന്തായാലും മുഹമ്മദ് സിറാജ് ആദ്യ മത്സരത്തിൽ കളിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ബുംറ കളിച്ചില്ല എങ്കിൽ സിറാജിന് ഒരു അവസരം നൽകിയേക്കുമെന്നാണ് കരുതുന്നത്. ഇനി വാങ്കഡയിലാണ് മത്സരം. വാങ്കഡയിൽ മികച്ച ബാറ്റിംഗ് റെക്കോർഡുള്ള ഒരു സ്ഥലമാണ്. മികച്ച ഒരു പ്രകടനം ഇന്ത്യക്ക് എപ്പോഴും ഇന്ത്യയുടെ ഭാഗ്യ മൈതാനങ്ങളിൽ ഒന്നാണ് വാങ്കഡെ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2011 ലോകകപ്പ് പോലും നമ്മൾ നേടിയ ഒരു മൈതാനമാണ്. അവിടെ ഒരു മികച്ച തുടക്കം ഇടാൻ ഇന്ത്യ കാത്തിരിക്കുകയാണ്. അവിടെ 2 സ്പിന്നർമാരെ കളിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇന്ത്യ ഒരുപക്ഷെ 11 ഇറക്കുക. ഈ 2 സ്പിന്നർമാരിൽ വരുൺ ചക്രവർത്തിക്ക് തന്നെയാണ് സാധ്യത. അതോടൊപ്പം അക്ഷർ പട്ടേൽ എന്തായാലും ടീമിൽ ഉണ്ടാകും. പക്ഷേ വരുൺ ചക്രവർത്തി ഇല്ല എങ്കിൽ കുൽദീപിന് അവസരം നൽകുന്ന തരത്തിലായിരിക്കും ഇന്ത്യൻ ടീമിന്റെ ഒരുക്കം. പേസർമാരിൽ ഹാർദിക് പാണ്ഡ്യക്ക് 2 പേസർമാർക്കൊപ്പം ഹാർദിക് പാണ്ഡ്യ ചേരുന്ന തരത്തിലായിരിക്കും ഇന്ത്യയുടെ 11 എന്നാണ് കരുതുന്നത്. നമ്മൾ നമ്മുടെ അതിഥിയിലേക്ക് പോവുകയാണ്. നമ്മോടൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത് മുൻ ക്രിക്കറ്റ് താരവും പരിശീലകനുമായ സോണി ചെറുവത്തൂരാണ്. സോണി, എന്തായാലും വലിയ ആവേശത്തിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഒരു ലോകകപ്പിലേക്ക്, നമ്മുടെ കയ്യിലുള്ള ഒരു ലോകകപ്പ് നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ആവേശത്തിലാണ് എല്ലാവരും ഇറങ്ങുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 20 ടീമായി വന്ന വലിയൊരു തരത്തിലേക്ക് ലോകകപ്പ് സംഘടിപ്പിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ പ്രാഥമിക ഘട്ടത്തിൽ വലിയ ഒരു വെല്ലുവിളിയൊന്നും ഇന്ത്യക്ക് ഇല്ല. പക്ഷേ ഒരു മികച്ച നിരയെ ഏത് തരത്തിലായിരിക്കും കൊണ്ടുവരിക എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം നോക്കുന്നത് ഈ 2013 ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം 2020-ലാകട്ടെ, ഏകദിനത്തിലാകട്ടെ, ടെസ്റ്റിലാകട്ടെ ഒരു ICC കിരീടം എന്നത് വലിയൊരു കാത്തിരിപ്പൊക്കെ ഇന്ത്യക്ക് ഉണ്ടായി. പക്ഷേ 2024 ശേഷം അങ്ങനെയല്ല സ്ഥിതി. നമുക്കിപ്പോൾ ഏത് ടൂർണമെന്റ് വരുന്നു എന്ന് കാത്തിരിക്കുകയാണ്. ഈ കിരീടം നേടാനുള്ള കാത്തിരിപ്പാണ് ആരാധകർക്ക് ഉള്ളത്. സോണി, വളരെ ശരിയാണ്. നമുക്കൊരു ICC കിരീടം പ്രത്യേകിച്ച് കപ്പിന് ചുറ്റുമുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തവണ നഷ്ടപ്പെട്ടു പോയിരുന്നു. പക്ഷെ 2024 നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള കിരീടം നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് ആതിഥേയരായ ടീം ഇന്ത്യ ഇക്കുറി എത്തുന്നത്. ടീം ഇന്ത്യയുടെ ഒരു ശക്തി നമ്മൾ നോക്കുന്ന സമയത്ത് ലോകകപ്പ് മത്സരം, T20 ലോകകപ്പ് മത്സരങ്ങളിൽ ഇന്ത്യ ഒരു കളി തോറ്റിട്ട് കുറച്ചധികം വർഷങ്ങളാവുന്നു. 2022 എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിനായിട്ടുള്ള സെമി മത്സരം തോറ്റതിനു ശേഷം പിന്നീട് നമ്മൾ തോൽവി അറിയാതെയാണ് T20 ലോകകപ്പിൽ മുന്നോട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ നമുക്ക് വലിയ വെല്ലുവിളി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതോടൊപ്പം ഇനി ടീം കോമ്പിനേഷനിലേക്കാണ് പോകേണ്ടത്. സാധാരണ നമ്മൾ അത് ചോദിക്കുന്നത് ഈ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ആണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണ് 2020 ടീമിൽ തുടർച്ചയായി അവസരം കിട്ടുന്നത് കാണുന്നു. പക്ഷേ ഇത്തവണ നോക്കുമ്പോൾ ഒരു ഓൾ ലെഫ്റ്റ് കോമ്പിനേഷൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അത്തരത്തിലുള്ള ഒരു ഫോമിലാണ് ഇഷാൻ കിഷൻ കളിക്കുന്നത്. താങ്കൾ നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പോലെ തന്നെ ആഭ്യന്തര ക്രിക്കറ്റിൽ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അടിച്ച് കസർത്തി അതിനുശേഷം ടീം ഇന്ത്യയിലേക്ക് എത്തുന്നു. അവിടെയും തന്റെ ഫോം തുടരുന്ന ഇഷാൻ കിഷനെയാണ് കാണാൻ സാധിക്കുന്നത്. തിലക് വർമ്മ പരിക്ക് മാറി കഴിഞ്ഞ പരിശീലന മത്സരത്തിൽ കളിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു സ്ഥാനം നൽകണമെന്നുള്ള ഒരു തോന്നൽ ഒരുപക്ഷെ ടീം മാനേജ്മെന്റ് എത്തിയിട്ടുണ്ടാകും. പക്ഷെ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സൂര്യകുമാർ യാദവ് ആയിക്കോട്ടെ, ഗൗതം ഗംഭീർ ആയിക്കോട്ടെ, 1-2 മത്സരങ്ങൾ പരാജയപ്പെടുമ്പോൾ ആ ഒരു പ്ലെയറിന്റെ മേൽ ഒരു വലിയ സംശയം കൊണ്ടുവരിക, മൊത്തത്തിൽ ആ ടീമിൽ അഴിച്ചുപണി വരുത്തുക, അത്തരത്തിലുള്ള വലിയ നീക്കങ്ങളിലേക്ക് പോകുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ താങ്കൾ സൂചിപ്പിച്ചല്ലേ ഇടങ്കൈ വലങ്കൈ കോമ്പിനേഷൻ വന്നാൽ അത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അത്തരത്തിലുള്ള മലയാളി സാന്നിധ്യം നമ്മൾ ടീം ഇന്ത്യ കപ്പ് നേടുമ്പോൾ ആവശ്യവുമാണല്ലോ. ഈ സോണി, നമ്മൾ ഇന്ത്യൻ ടീമിനെ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ സമീപകാലത്തൊക്കെ നോക്കുമ്പോൾ ഈ ടോപ്പ് ഓർഡറിലൊക്കെ ഈ വലങ്കൈമാരുടെ ഒരു ആധിപത്യമാണ് കഴിഞ്ഞ കുറെ നാളുകളായി കണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കളിക്കുന്നവരാകട്ടെ, ഇനി വരാനിരിക്കുന്ന താരങ്ങൾ എന്ന അർത്ഥത്തിൽ നമ്മൾ ഒരു ബാക്കപ്പായി നിൽക്കുന്ന താരങ്ങൾ പോലും നോക്കുമ്പോൾ ഒരുപാട് ഇടങ്കൈ ബാറ്റർമാരെ കാണുന്നു. അല്ല, പ്രത്യേകിച്ച് T20 ക്രിക്കറ്റിൽ അത്തരത്തിലുള്ള കോമ്പിനേഷൻ, പ്രത്യേകിച്ച് മിഡിൽ ഓർഡറിൽ അത്തരത്തിലുള്ള ഇടങ്കൈൻ ബാറ്റ്സ്മാൻമാരുടെ സാന്നിധ്യം വളരെ നിർണായകമാണ്. നമ്മൾ IPL നോക്കിയാൽ അറിയാം. അല്ലെങ്കിൽ സ്കൗട്ടുകൾ നാനാഭാഗത്തേക്ക് പോകുമ്പോഴും അവർ കാത്തിരിക്കുകയും അവരെ നോക്കുകയും ചെയ്യുന്ന ഒരു ഇടങ്കൈൻ പ്രത്യേകിച്ച് ഒരു പ്രത്യേകമായ ഒരു ടാസ്ക് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സിനെയും ലെഗ് സ്പിന്നേഴ്സിനെയും ലെഗ് സൈഡിലേക്ക് കളിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ സ്വിച്ച് ഹിറ്റുകൾ കളിക്കാൻ സാധിക്കുന്ന ഇടങ്കൈൻ ബാറ്റ്സ്മാൻമാരെ തപ്പി പല സ്കൗട്ടുകളും നടക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്തേക്ക് വരുമ്പോൾ അഭിഷേക് ശർമ്മയുടെ ഫോം, ഇഷാൻ കിഷൻ, തിലക് വർമ്മ വരുന്നു, ശിവൻ ദുബെ പോലുള്ള താരങ്ങൾ, വൈഭവ് സൂര്യവംശി നമ്മൾ മറന്നു കാണാൻ സാധിക്കില്ല. കാരണം മറ്റൊരു ICC ഫൈനലിൽ 175 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇപ്പോഴും ഭാവിയും ഭദ്രമാണ് ഇടങ്കൈയും നായർ. ധോണി, അതോടൊപ്പം തന്നെ ഈ ആവേശം കുറയ്ക്കുന്നുണ്ടോ ലോകകപ്പിന്? കാരണം ഈ ഇത്തരത്തിൽ 20 ടീമുകളിലേക്കൊക്കെ പോകുമ്പോൾ താരതമ്യേന ഈ ദുർബലർ എന്ന പദം ഒന്നും സൂര്യകുമാർ യാദവ് ഒന്നും ഉപയോഗിക്കുന്നില്ല. എങ്കിൽ കൂടി നമ്മൾ ശക്തരെ അടയാളപ്പെടുത്തുമ്പോൾ ആ തരത്തിലുള്ള ടീമുകളല്ല എതിരാളികളായി പ്രാഥമിക ഘട്ടത്തിൽ വരുന്നത് എന്നത് ഈ ആരാധകരിലുള്ള ഒരു ആവേശം കുറയ്ക്കുന്നുണ്ടോ?
അല്ല, പലപ്പോഴും ICC സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി ഈ ക്രിക്കറ്റിന്റെ ഒരു ആവേശം കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത് ICC സംബന്ധിച്ചിടത്തോളം, ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഘടകമാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു രാജ്യത്തിന് ICCയുടെ ലോകകപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക, ഇന്ത്യയെ പോലെ, ഓസ്ട്രേലിയയെ പോലെ, ഇംഗ്ലണ്ടിനെ പോലെ, സൗത്ത് ആഫ്രിക്കയെ പോലെയുള്ള വമ്പന്മാരുമായിട്ട് ഇത്തരത്തിലുള്ള വലിയ വേദിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്ന ഇത്തരത്തിലുള്ള വലിയ വേദികളിൽ ഒരു അവസരം ലഭിക്കുക എന്നുള്ള അവിടുത്തെ ക്രിക്കറ്റിനെ ഒരുപാട് സ്വാധീനിക്കും. അവർ ക്രിക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പറയുമ്പോൾ പോലും കുഞ്ഞന്മാരെന്നോ അല്ലെങ്കിൽ അത്ര വലിയ ശക്തിയല്ല എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ലോകകപ്പിൽ USA പ്രകടനം മറന്നുകൊണ്ടായിരിക്കരുത് നമ്മളത് പറയുന്നത്. തീർച്ചയായും അത്തരം ഒരു അട്ടിമറികളൊക്കെ നമ്മൾ പലപ്പോഴും ലോകകപ്പിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ടീമുകളെ അങ്ങനെ കുറച്ച് കാണേണ്ടതില്ല. ഒരു കാര്യം കൂടി, പാകിസ്ഥാൻ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ, ആദ്യ മത്സരത്തിൽ ജയിച്ചു. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും പാകിസ്ഥാൻ കളിക്കില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഉള്ളത്. അതും ഈ ലോകകപ്പിലേക്ക് വീണ്ടും ഈ രാഷ്ട്രീയ ചർച്ചകളാണ് കടന്നു വരുന്നത്. അല്ല, പലപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിക്കുന്ന സമയത്ത് ലോകത്തെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർക്ക് ഒരു വല്ലാത്ത ആവേശം ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ലോകകപ്പ് മത്സരമാകുമ്പോൾ ആ ആവേശം കൂടുകയും ചെയ്യുന്നുണ്ട്. എന്ത് കാരണം കൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിലും ആ മത്സരം ഒരുപക്ഷെ ഉണ്ടായേക്കില്ല എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ്. പലപ്പോഴും ഞാൻ സംസാരിക്കുന്ന പലർക്കും അതില്ലാത്തതിന്റെ ഒരു ആവേശക്കുറവ് കാണുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, മറ്റെന്തിനേക്കാളും പല ക്രിക്കറ്റ് മാറി നിൽക്കുമെന്ന് നമുക്ക് അങ്ങനെ വാശി പിടിക്കാൻ സാധിക്കില്ലല്ലോ. വളരെയധികം നന്ദി ശ്രീ സോണി ചെറുവത്തൂർ. എന്തായാലും നമ്മൾ കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ ആദ്യ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം ഇന്ത്യ ഒരു വിജയിച്ചു തുടങ്ങുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യൻ ആരാധകർക്കുള്ളത്. എന്തായാലും 7 മണിക്കാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആദ്യത്തെ മത്സരം. ലോകകപ്പ് വലിയ ആവേശത്തോടെ തന്നെ നിൽക്കുകയാണ്. നമ്മൾ കിരീടം കാക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള കിരീടം അത് സ്വന്തം മണ്ണിൽ ഒരിക്കൽ കൂടി നേടുക എന്നതാണ് ഇന്ത്യ കാത്തിരിക്കുന്നത്. 2020 ലോകകപ്പിൽ വീണ്ടും ഭാഗമാകാൻ സാധിച്ചതിൽ BCCIയോട് നന്ദി അറിയിച്ച് സഞ്ജു സാംസണിന്റെ പ്രതികരണം എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ടീം സൂപ്പർ സ്ട്രോങ് ആണെന്നാണ് സഞ്ജു പറയുന്നത്. കിരീട നേട്ടത്തിനായി എല്ലാം നൽകാമെന്നും ഒരുമിച്ച് പോരാടാമെന്നും വീഡിയോ പങ്കുവെച്ച് സഞ്ജു കുറിച്ചു. എല്ലാം 2020 ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിന് മുന്നോടിയായി ടീം ഇന്ത്യയുടെ ജയത്തിനായി പൂജ നടത്തി ആരാധകർ. വാരാണസിയിലെ പ്രശസ്തമായ ദശാശ്വമേധ ഘട്ടിലാണ് ആരാധകർ പൂജ നടത്തിയത്. പ്രത്യേക ഗംഗാ ആരതി പൂജയും നടന്നു. ഇനി ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിന്റെ റിപ്പോർട്ട് കൂടി പരിശോധിച്ചാൽ 2020 ലോകകപ്പിലെ ആദ്യ ജയം പാകിസ്ഥാനാണ്. നെതർലൻഡ്സിനെ 3 വിക്കറ്റാണ് പാകിസ്ഥാൻ പരാജയപ്പെടുത്തിയത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ നെതർലൻഡ്സ് ഇന്നിംഗ്സിലെ അവസാന ഓവറിൽ 147 റൺസിന് എല്ലാവരും പുറത്തായി. 5 പേർ മാത്രമാണ് നെതർലൻഡ്സ് നിരയിൽ 2 അക്കം കടന്നത്. മറുപടി ബാറ്റിംഗിൽ അനായാസ ജയം സ്വപ്നം കണ്ടിറങ്ങിയ പാകിസ്ഥാന് പക്ഷേ കടുത്ത വെല്ലുവിളിയാണ് ഡച്ച് പട ഉയർത്തിയത്. ഒരു ഘട്ടത്തിൽ 7-ന് 114 എന്ന നിലയിലേക്ക് വീണ പാകിസ്ഥാൻ തോൽവി മുന്നിൽ കണ്ടിരുന്നു. എന്നാൽ 8-ാം വിക്കറ്റിൽ ഫഹീം അഷ്റഫ് നടത്തിയ തകർപ്പൻ ബാറ്റിംഗ് ആണ് പാകിസ്ഥാന് ജയം സമ്മാനിച്ചത്. 11 പന്തുകൾ നേരിട്ട അഷ്റഫ് 29 റൺസ് അടിച്ചെടുത്തപ്പോൾ 3 പന്തുകൾ ബാക്കി നിൽക്കെ പാകിസ്ഥാൻ ജയിക്കുകയായിരുന്നു. ഫഹീം അഷ്റഫാണ് കളിയിലെത്താൻ. ക്രിക്കറ്റ് ലോകം മറ്റൊരു ലോകകപ്പിന്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയതിനാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ആവേശം പകരുന്ന ഒരു മലയാളി ബന്ധം അത് നമുക്കെല്ലാം അറിയാം. ഇന്ത്യ എപ്പോഴൊക്കെ ലോക കിരീടം ഉയർത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ടീമിൽ ഒരു മലയാളി താരത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ലോകകപ്പ് കളിച്ച ആദ്യ മലയാളി താരങ്ങളെക്കുറിച്ച് നമുക്ക് ഓർത്താൽ, ആദ്യ ലോകകപ്പ് ഇന്ത്യ 1983 നേടുമ്പോൾ സുനിൽ വത്സനായിരുന്നു ടീമിൽ ഉണ്ടായിരുന്നത്. പിന്നീട് 2 തവണ ഇന്ത്യ ലോകകപ്പ് നേടിയ സമയത്ത് 2007 2020 ലോകകപ്പും 2011 ഏകദിന ലോകകപ്പ് നേടുമ്പോൾ നമ്മുടെ മലയാളി സാന്നിധ്യമായി ശ്രീശാന്ത് ഉണ്ടായിരുന്നു. 2024 കഴിഞ്ഞ ലോകകപ്പ് നേടുമ്പോൾ സഞ്ജു സാംസൺ ആയിരുന്നു ടീമിൽ ഉണ്ടായിരുന്നത്. ഇത്തവണയും ഒരു മലയാളി സാന്നിധ്യമായി സഞ്ജു ടീമിൽ ഉണ്ട്.